സാധിക്കും. ദെൻ ഇനി മൂന്നാമത് വേറെ ഇൻഫർമേഷനിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. ഇനി പാസ്സായ സ്റ്റുഡൻസ് അല്ലെങ്കിൽ 90% മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം. അതിനുള്ള ഓപ്ഷനും ഗൂഗിൾ ഫോമിൽ തന്നെയുണ്ട്. ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ പലർക്കും അറിയാത്ത ഒരു ഇൻഫർമേഷനാണ് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് സെൻഡ് ചെയ്യുക എന്നത്. നിങ്ങൾ ഇവിടെ കാണാം, ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം, ഒരു ആഡ് ഓൺസ് എന്ന ഓപ്ഷൻസ് കാണാം. ഒരു പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെ ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സ് അല്ല, നിങ്ങൾ ഇവിടെ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ഓൺസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ആഡ് ഓൺസിൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സർട്ടിഫൈ എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ ഓപ്ഷൻ കാണാം, എനാബിൾ സർട്ടിഫൈ ഇൻ ദിസ് ക്യൂസ്. ഈ ക്യൂസ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എനാബിൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓപ്ഷൻ കാണാം, സർട്ടിഫൈ ഇസ് നൗ എനാബിൾ ഫോർ യൂസ് ദിസ് ക്യൂസ്. ഈ ക്യൂസിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എനാബിൾ ആയിട്ടുണ്ട് എന്ന് കാണാം. ഇനി നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, ഒരു ഡയലോഗ് ബോക്സ് കാണാൻ പറ്റും, സർട്ടിഫൈ. അവിടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് സ്റ്റാറ്റസ്, സർട്ടിഫൈഡ് ഓൺ ആണോ ഓഫ് ആണോ നോക്കാം. ഇവിടെ സർട്ടിഫൈഡ് ഓൺ ആണെങ്കിൽ ഇപ്പോൾ ഓഫാണ്, നിലവിൽ സർട്ടിഫിക്കേഷൻ ഈസ് ഓഫ് ആണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, സർട്ടിഫൈഡ് ഓൺ ആക്കാം. നെക്സ്റ്റ് വൺ നിങ്ങൾ ചെയ്യേണ്ടത് പാസിംഗ് ക്രൈറ്റീരിയ. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ആർക്കൊക്കെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ 10% മാർക്ക് കിട്ടിയാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുകയാണെങ്കിൽ 100% മാർക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ 60% മാർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ 60% ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നവർക്ക് 60 ഓർ എബോവ് മാർക്ക് കിട്ടുന്നവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ, അല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ല. ഇത് നിങ്ങൾക്കിവിടെ ടെംപ്ലേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കുറച്ച് സെറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം, ഗോൾഡൻ. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻസ്, അല്ലെങ്കിൽ ദെൻ യു ക്യാൻ സീ ദ ഓപ്ഷൻ ബ്രൗൺ ഫ്രെയിം, ഗോൾഡൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ സെലക്ട് ചെയ്യുന്നു. ഇനി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഇമെയിൽ മീ സാമ്പിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിപ്പയറിംഗ് എ സാമ്പിൾ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. ഒരു സാമ്പിൾ സർട്ടിഫിക്കറ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്ത ഉടൻ തന്നെ അവരെന്ത് ചെയ്യും, നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. എ സാമ്പിൾ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ ഇമെയിൽ ടു യു. എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അവർ സാമ്പിൾ സർട്ടിഫിക്കറ്റ് മെയിൽ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ മെയിൽ ഐ ഡി ജിമെയിൽ ഐ ഡിയിലേക്ക് പോകാം. ഇവിടെ കാണാൻ പറ്റും സാമ്പിൾ സർട്ടിഫിക്കറ്റ്. ഇതാണ് അവർ ചെന്ന സാമ്പിൾ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാം. സാമ്പിൾ സർട്ടിഫിക്കറ്റ് എത്തിയിട്ടില്ല. ജസ്റ്റ് ഇവിടെ സർട്ടിഫിക്കറ്റ് ഈസ് നൗ ടേൺ ഓൺ ഫോർ യുവർ എക്സാം എന്ന ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്. സർട്ടിഫിക്കറ്റ് മെയിൽ ഐ ഡിയിലേക്ക് വരുന്നതായിരിക്കും. നോർമലി 2-3 മിനിറ്റ് സമയമെടുക്കാറുണ്ട് സർട്ടിഫിക്കറ്റ് മെയിലിലേക്ക് എത്താൻ. ഓക്കെ, അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇനി വേറെ ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത് നിങ്ങൾക്ക് ഇവിടെ വേറെ ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാം, ടെംപ്ലേറ്റ്സിൽ യൂസ് കസ്റ്റം ടെംപ്ലേറ്റ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു സർട്ടിഫിക്കറ്റ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് യൂസ് സെറ്റപ്പ് യുവർ ഓൺ സർട്ടിഫിക്കറ്റ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. നേരത്തെ കാണിച്ച ഓപ്ഷൻ ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ ഗോൾഡിൽ ഇവിടെ നോക്കാം, സെലക്ട് ന്യൂ ഫയൽ പോവാം. ദെൻ ഇനി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ പോവാം,
ഇതിൽ ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് എവിടെ നിന്നാണ് എടുത്തത് അതേ ഓപ്ഷനിൽ നിങ്ങൾക്ക് പോകാം. അവിടെ നിങ്ങൾ ആദ്യം ചെയ്ത പോലെ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ഉണ്ട് ഒരു ഗൂഗിൾ സ്ലൈഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏറ്റവും താഴെ കാണാൻ പറ്റും ഗൂഗിൾ സ്ലൈഡ് എന്ന ഓപ്ഷൻ. നിങ്ങൾ ഗൂഗിൾ സ്ലൈഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റ്. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഗൂഗിൾ ഡ്രൈവിലോ എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ അത് അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ഗൂഗിൾ സ്ലൈഡ് എന്ന ഓപ്ഷനിൽ പോകാം. അവിടെ എന്ത് ചെയ്യാം, ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഇനി ഈ സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പേര് ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും പേര് എഡിറ്റ് ചെയ്തുകൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി അവരുടെ പേര് ഗൂഗിൾ ഫോമിൽ അവർ പേര് കൊടുക്കുന്ന സമയത്ത് ഗൂഗിൾ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി ആ പേര് ആക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഡാറ്റകളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റുഡൻസ് നെയിം നിങ്ങൾക്ക് എന്ത് വേണം, ഓട്ടോമാറ്റിക്കലി ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഡേറ്റ് താഴെ കാണാം, ഡേറ്റ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ ഡേറ്റും ഓട്ടോമാറ്റിക്കലാണ്. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ സെൻഡ് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ഫോം ആരാണ് ചെയ്യുന്നത് അവരുടെ നെയിം ചോദിച്ചിട്ടുണ്ടാകും. അവരുടെ നെയിം എന്താണോ നെയിം പ്രൊവൈഡ് ചെയ്യുന്നത് ആ നെയിം ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ഡ്രൈവ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ പേര് ഉപയോഗിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഗൂഗിൾ ഡ്രൈവ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു മെത്തേഡ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റ് 1, 2, 3 എന്ന് സേവ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജസ്റ്റ് സേവ് ചെയ്തു. ദെൻ നേരെ ചെയ്ത അൺടൈറ്റിൽഡ് ഫോമിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റ്, ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഞാനൊരു സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്തൊന്ന് കാണിക്കുകയാണ്. സേവ് ചേഞ്ചസ്. ഞാനൊരു സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തതാണ്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്തു. ഇപ്പോൾ COVID-19 അവയർനെസ് ക്യൂസ് കോമ്പറ്റീഷൻ അവ സ്റ്റുഡൻസ് യൂണിയൻ എന്നൊരു സർട്ടിഫിക്കറ്റ് ഞാൻ ജസ്റ്റ് ഡിസൈൻ ചെയ്തു. ഇവിടെ ആരാണോ ഈ ഫുൾ നെയിം എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ ആരാണോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അവരുടെ പേര് ഗൂഗിൾ ഫോമിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ എക്സാം പാസ്സാവുകയാണെങ്കിൽ അവരുടെ പേരിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് സർട്ടിഫിക്കറ്റ് മെയിൽ ബൈ ഇഷ്യൂ ചെയ്യുന്നു. എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ അഡോബ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പെയിൻറ്റ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്യാം. അത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഈ ടെംപ്ലേറ്റ്സിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് ക്യൂസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ അങ്ങനെ ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവർക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന ചെറിയ ചെറിയ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.